മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയൊരു സാധു മനുഷ്യൻ്റെ കഥയുണ്ട്. ദാഹിച്ചു വലഞ്ഞ അയാളിങ്ങനെ ഇഴയാൻ തുടങ്ങി. ഇഴഞ്ഞിഴഞ്ഞ് കുറേ അകലെ ചെന്നപ്പോഴാണ് മരുപ്പച്ച കണ്ടത്, ഒരു ചെറിയ അരുവി കണ്ട്. അതിൽ നിന്ന് ധാരാളം വെള്ളം കുടിച്ചു. അദ്ദേഹത്തിന് തോന്നി ഇത് വല്ലാത്ത രുചിയുള്ളൊരു വെള്ളമാണ്. ഇതുവരെ ഇത്ര രുചിയുള്ള വെള്ളം കുടിച്ചിട്ടില്ല. കാരണം ദാഹം കൊണ്ടായിരിക്കും അങ്ങനെ തോന്നിയത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പാത്രത്തിലും അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള തോൽസഞ്ചിയിലും എല്ലാം ആ വെള്ളം നിറച്ച് പിന്നെയും കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് നാട്ടിലെത്തിയ ഉടനെ അദ്ദേഹം നേരെ ഖലീഫയുടെ അടുത്തേക്ക് ചെന്ന്, ഒരു അമവി ഖലീഫയുടെ കാലഘട്ടമാണ്. ഖലീഫയുടെ അടുത്ത് ചെന്നിട്ട് ഖലീഫയ്ക്ക് ഇത് സമ്മാനമായിട്ട് കൊടുത്ത്. ആ സമ്മാനം വളരെ സന്തോഷത്തോടെ സ്വീകരിച്ച് ഖലീഫ കയ്യിലേക്ക് പറഞ്ഞിട്ട് ഇങ്ങനെ കുടിച്ചു. ഇയാൾ ആ വെള്ളത്തിൻ്റെ മഹത്വമൊക്കെ ഇങ്ങനെ ഒരുപാട് പറയുന്നുണ്ട്. അപ്പോൾ കൂടെയുള്ള ഓരോ ആളുകൾ ഓടി വന്നു, ഞങ്ങളും കുറച്ച് കുടിക്കട്ടെ. ഖലീഫ ആർക്കും കൊടുക്കണില്ല. അയാൾ സന്തോഷത്തിൽ പോയി. ഖലീഫ കുറേ സമ്മാനങ്ങളും കൊടുത്ത്. അദ്ദേഹം പോയി കഴിഞ്ഞപ്പോഴാണ് കൂടെയുള്ള ആളുകൾ ചോദിച്ചത്, എന്തേ ഞങ്ങൾക്ക് തരാതിരുന്നത്? അത്രയും രുചിയുള്ള വെള്ളം ഞങ്ങൾക്കൊരിറ്റ് തന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, എടാ ഇതാകെ കേടുവന്നാണ്. അയാൾ യാത്ര തുടങ്ങിയിട്ട് കുറേ ദിവസമായി എന്ന് തോന്നുന്നു. തോൽസഞ്ചിയിലെ വെള്ളം വല്ലാതെ കേടുവന്നിട്ടുണ്ട്. ഞാനെങ്ങാനും നിങ്ങൾക്കപ്പം തന്നിരുന്നെങ്കിൽ നിങ്ങൾ ആ മനുഷ്യൻ്റെ മുന്നിൽ വെച്ചിട്ട് അത് കേടാണ് എന്ന കാര്യം പറയും. അതാ മനുഷ്യന് സങ്കടമാകില്ല എന്നാണ് ചോദിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്ക് എപ്പോഴും ഓരോ സമ്മാനങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരാളുണ്ടായിരുന്നു. ചെറിയ ചെറിയ വിഭവങ്ങൾ. ഒരു ദിവസം മുന്തിരിയാണ് കൊണ്ടുവന്ന് കൊടുത്തത്. കിട്ടിയ പാടെ റസൂലുള്ള ഒന്നെടുത്ത് കഴിച്ച്. സാധാരണ ഇങ്ങനെ വല്ലതും കിട്ടിയാൽ ഒന്നൊക്കെ എടുത്ത് കഴിക്കും, പിന്നെ കൂടുതലുള്ളവർക്ക് കൊടുക്കും. ഇതാർക്കും കൊടുത്തില്ല. കുറേ എണ്ണം എടുത്ത് കഴിച്ചു. ആ സന്തോഷത്തിൽ ആ വന്ന ആൾ യാത്ര തിരിച്ചു പോവുകയും ചെയ്തു. അപ്പോഴാണ് സ്വഹാബികൾ ചോദിച്ചത്, റസൂലെ ഞങ്ങൾ ആഗ്രഹിച്ചു പക്ഷെ തന്നില്ലല്ലോ. അപ്പോഴും സ്നേഹത്തിൻ്റെ മഹാദൂതർ പറയുകയാണ്, ഇത് നല്ല പുളിയാണ്, ഒരു രുചിയില്ല, വായിലേക്ക് വെക്കാൻ കൊള്ളില്ല. പക്ഷെ നിങ്ങൾക്കെങ്ങാണ് ഞാൻ ആ മനുഷ്യൻ്റെ ഇടയിൽ നിന്ന് തന്നിരുന്നെങ്കിൽ നിങ്ങൾ പറയും അത് പുളിയാണ്, അത് അയാൾക്ക് സങ്കടാവില്ല എന്ന്. അയാൾക്ക് സങ്കടാവില്ല എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നെങ്കിൽ എന്തെല്ലാം നമുക്ക് ഒഴിവാക്കിയിരുന്നു. എത്ര കമൻറ്റുകൾ ഡിലീറ്റ് ചെയ്യാമായിരുന്നു, എത്ര മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യാതെ നിൽക്കാമായിരുന്നു, എത്ര വഴക്കുകളിൽ നിന്ന് ആ വഴക്കുകളിൽ ചവിട്ടാതെ അല്ലേ, ആ വഴക്കുകളിൽ ചവിട്ടാതെ ഇങ്ങനെ കുറുകെ കടന്നു പോകായിരുന്നു. അത്രയേ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു മനുഷ്യനെ പരിഗണിക്കുക എന്ന് പറയുന്നത് അത്രയും പ്രാധാന്യമുണ്ട്. എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്, ഖുർആനിൽ ഇസ്ലാമിനെതിരെ വലിയ തരത്തിലുള്ള ഗൂഢാലോചനകളും ഇസ്ലാമിനോട് വലിയ ശത്രുതയും ഒക്കെ ഉള്ള ആളുകളാണ് ആര്? ജൂത സമൂഹം അല്ലേ. എന്നിട്ടും ആ ജൂത സമൂഹത്തെ ഖുർആൻ വിളിക്കുന്നൊരു പേരുണ്ട്. എന്താ വിളിക്കുന്നത്? ബനു ഇസ്രയേൽ. ബനു ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്രയേൽ സന്തതികളെ. ഈ ഇസ്രയേൽ സന്തതികൾ എന്നുള്ള വാക്കുണ്ടല്ലോ, അവരെക്കുറിച്ച് പറയുന്ന വാക്കാണ്. അവരേറ്റവും ഇഷ്ടത്തോടു കൂടി അവരെക്കുറിച്ച് പറയുന്ന വാക്കാണ് ഇസ്രയേൽ സന്തതികളെ. ചെറിയ കാര്യമുള്ളത്. എന്തെല്ലാം വിളിക്കായിരുന്നു വേണമെങ്കിൽ അല്ലേ. ഖുർആൻ വിളിച്ചത് അവരേറ്റവും ഇഷ്ടപ്പെടുന്ന പേരെന്താണോ അതാണ് വിളിച്ചത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിക്കുന്നത് മുശ്രിക്കായ ബഹുദൈവ ആരാധകനും വിഗ്രഹ ശില്പിയുമായ അച്ഛൻ്റെ കൂടെയാണ്, പിതാവിൻ്റെ കൂടെയാണ്. ആ പിതാവിനെ ഇബ്രാഹിം നബി എന്താ വിളിക്കുന്നത്? ഇസ്മായിൽ നബി ഇബ്രാഹിം നബി എന്താണ് വിളിക്കുന്നത്? അതേപോലെയാണ് ഇബ്രാഹിം നബിയുടെ പിതാവിനെ വിളിക്കണം. യാ അബത്തി എന്നാണ് വിളിക്കുന്നത്. യാ അബി എന്നാണ് സാധാരണ എൻ്റെ ഉപ്പ എന്നോ അല്ലെങ്കിൽ എൻ്റെ അച്ഛ എന്നൊക്കെ വിളിക്കുന്നതിന് പ്രയോഗിക്കുന്നത്. പക്ഷെ യാ അബത്തി എന്ന് പറഞ്ഞാൽ അതല്ല. യാ അബത്തി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മൾ നമ്മുടെ വാപ്പയെ ഏറ്റവും സ്നേഹത്തോടെ വിളിക്കേണ്ട ഒരു പേരുണ്ടാവുമല്ലോ. നമ്മുടെ കുട്ടികൾ നമ്മളെ ഏറ്റവും കൊഞ്ചലോടുകൂടി വിളിക്കുന്നൊരു പേരുണ്ടാവുമല്ലോ. വാവച്ചിന്നോ വാപ്പച്ചിന്നോ, ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള കൊഞ്ചലോടുകൂടിയുള്ളൊരു വിളിയുണ്ടല്ലോ. ആ വിളിയാണ് യാ അബത്തി. അതിന് പ്രത്യേകിച്ചൊരർത്ഥം പറയാൻ പറ്റില്ല. അത്ര സ്നേഹമയമായൊരു വിളിയാണ് ഇബ്രാഹിം നബിയുടെ പിതാവിനെ വിളിക്കണത്. ആദർശങ്ങളിലും നിലപാടുകളിലും ഒക്കെ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷെ മനുഷ്യന് മനുഷ്യൻ്റേതായൊരു വിലയുണ്ട് എന്ന ഏറ്റവും വലിയൊരു സന്ദേശമാണ് അതിനകത്തൊക്കെ ഉള്ളത്. ഇത്രയേ ഉള്ളൂ. മനുഷ്യനെക്കുറിച്ച് നല്ലത് വിചാരിക്കണം. ഈ പറയണ ഞാനും കേൾക്കുന്ന നിങ്ങളും മനുഷ്യനെക്കുറിച്ച് നല്ലത് വിചാരിക്കുക എന്നുള്ളത് നിസ്കരിക്കുന്നത് പോലെയും നോമ്പ് നോൽക്കുന്നത് പോലെയും പ്രധാനമാണ്. മനുഷ്യനെ തെറ്റിദ്ധരിക്കാതിരിക്കൽ. ഓരോ മനുഷ്യനും ആ മനുഷ്യൻ്റേതായ കാരണങ്ങളുണ്ടാവും എന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കൽ, അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ രാത്രി ഉറങ്ങാൻ വൈകിയല്ലേ, രാവിലെ ഉണരാനും വൈകില്ലേ. ഓഫീസിലേക്ക് ഓടുന്ന ഒരാൾ പലതും മറന്നുപോയിട്ടുണ്ടാവും. ജോലി സ്ഥലത്ത് എത്തിയതിന് ശേഷമായിരിക്കും ഫോൺ എടുക്കാത്ത കാര്യം അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ അയാൾ ഓർക്കുക.
അങ്ങനെ വീട്ടിലേക്ക് ഓടി തിരിച്ചു വരും അയാൾ. വീട്ടിലുള്ള ആൾ ചോദിക്കും, എന്തേ പതിവില്ലാത്തതുപോലെ എല്ലാവരും മറവി. അപ്പം നമ്മൾ കൊടുക്കണ ഒരു മറുപടി ഉണ്ട്, എന്താണ്? ഇന്നലെ ഉറങ്ങാൻ വൈകിയത് കൊണ്ടാണ്. അതന്നെയാണ്, നമുക്കൊരു കാരണം ഉണ്ടായിരുന്നു. ഈ കാരണം എല്ലാ മനുഷ്യനുണ്ടാവും. നമ്മളോട് ചിരിക്കാതിരുന്നതിന്, നമ്മളോട് അങ്ങനെ അന്ന് പറഞ്ഞതിന്, അന്ന് അയാൾ അങ്ങനെ പെരുമാറിയതിന്, അന്ന് അയാൾ അങ്ങനെ നമ്മളോട് സമീപിച്ചതിന്, നമ്മളൊന്ന് വിളിച്ചപ്പോൾ അയാൾ അങ്ങനെ പ്രതികരിച്ചതിന് ഒക്കെ അയാളുടേതായൊരു കാരണം ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ്, അദ്ദേഹം മാനന്തവാടിയിലേക്ക് രാത്രിയിൽ KSRTCയിൽ പോവാണ്. ചുരം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത് മുതൽ കണ്ടക്ടർ ഓരോ ആളുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ടിക്കറ്റ് എടുത്തതാണോ? അപ്പോൾ എല്ലാവരും ടിക്കറ്റ് എടുത്തതാണ്. എന്നിട്ട് ഇയാൾക്ക് സംശയം തീരുന്നില്ല. കാരണം ഒരാൾ ടിക്കറ്റ് എടുത്തിട്ടില്ല, അത് അയാളുടെ മെഷീനിൽ ആ മിസ്സിങ് കാണിക്കുന്നുണ്ട്. അയാൾ ഡ്രൈവറോട് വണ്ടി നിർത്താൻ പറഞ്ഞു. ഡ്രൈവർ വണ്ടി നിർത്തി. എല്ലാവരോടും പറഞ്ഞു ടിക്കറ്റ് കയ്യിൽ വെക്കണം, പരിശോധിക്കാനുണ്ട്. എല്ലാവരും ടിക്കറ്റ് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. എല്ലാം വന്ന് പരിശോധിച്ചു. അവസാനം ഒരാൾ ഇങ്ങനെ കിടന്നുറങ്ങുന്നുണ്ട്. അയാൾ വന്നിട്ട് ഈ കണ്ടക്ടർ ഇങ്ങനെ തട്ടി വിളിച്ചു, ടിക്കറ്റ് എടുത്തിരുന്നോ? ഇല്ല. അയാളാണ് ടിക്കറ്റ് എടുക്കാത്തത്. സൂത്രത്തിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച ആ ക്രിമിനലിനെ എല്ലാവരും ഇങ്ങനെ പാളി നോക്കുകയാണ്. ഇത്രയും നേരം ആ കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാത്തവരുണ്ടോ എന്ന് അത്രയും അലറി വിളിച്ചിട്ടും അയാളൊന്നും മൈൻഡ് ചെയ്യുക പോലും ചെയ്തില്ല. അയാൾക്ക് നല്ല വഴക്ക് കിട്ടണം. കിട്ടാനിരിക്കുന്ന വഴക്ക് കാതോർത്തിരിക്കുകയാണ് ബസ്സിലുള്ള സകല മനുഷ്യനും. പക്ഷെ ആ ഒരു മനുഷ്യനും ഒരു വഴക്കും കേട്ടില്ല. പരിഭ്രമിച്ച് നിൽക്കണ ആ മനുഷ്യൻ ആ കണ്ടക്ടർ ഇങ്ങനെ തോളിൽ തട്ടുകയാണ്. എന്നിട്ട് പറയാണ്, സാരമില്ലാന്ന്, നിങ്ങൾ മറന്നതുകൊണ്ടല്ലേ, ഉറങ്ങിപ്പോയതുകൊണ്ടല്ലേ, സാരമില്ല, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ടിക്കറ്റ് എടുത്തിട്ട് ഉറങ്ങിക്കോളൂ. ഇതിൻ്റെ പേരാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ മനസ്സിലാക്കുകയാണ്. അമ്മയുടെ കൂടെ ആശുപത്രി കിടക്കുന്ന ആളായിരിക്കും, 5 or 6 ദിവസം ഉറക്കൊഴിച്ചൊരു മനുഷ്യനായിരിക്കും. ഒരു ദിവസം മക്കളെ ഒന്ന് കണ്ടുവരട്ടെ എന്ന് വിചാരിച്ച് വീട്ടിലേക്ക് ഓടുന്ന പാവം മനുഷ്യനാകാം ആ ഉറങ്ങിപ്പോയത്. ഇനി അങ്ങനെ അല്ലെങ്കിൽ പോലും ബോധപൂർവമാണ് അയാൾ ഉറങ്ങിപ്പോയതെങ്കിലും അയാൾക്ക് പുറത്തു കൊടുക്കാനുള്ളൊരു വലിയ മനസ്സ് നമ്മുടെ ഉള്ളിലുണ്ടോ എന്നാണ് ഞാനും നിങ്ങളും ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. മക്ക വിജയത്തിൻ്റെ ദിവസമാണ് വൃദ്ധനായ ഒരാൾ റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് ഓടി വന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, നിങ്ങളിന്ന് നിങ്ങളുടെ ശത്രുക്കളൊക്കെ എന്തു ചെയ്യും? കൊല്ലുമല്ലേ? അയാളുടെ ചോദ്യം എങ്ങനെയാണ്? ശത്രുക്കളൊക്കെ കൊല്ലൂല്ലേ? കാരണം അന്നോളമുള്ള ഭരണാധികാരികൾ മുഴുവനും ചെയ്തത് ഭരണം കിട്ടിയാൽ, വിജയം വരിച്ചാൽ പിന്നെ ശത്രുക്കളെ ഇല്ലാതാക്കുക എന്നുള്ള, അത് പ്രവാചകരും ചെയ്യുമെന്നാണ് അയാൾ വിചാരിച്ച്. പ്രവാചകൻ ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, ഒന്നും ചെയ്യില്ല, എല്ലാവർക്കും മാപ്പ് കൊടുക്കുകയാണ്, എല്ലാവർക്കും അവരവരുടേതായ വഴികൾ തിരഞ്ഞെടുക്കാം. അപ്പോൾ അയാൾ ചോദിച്ചു, കഅബിനെ എന്തായാലും കൊല്ലൂലേ? കഅബ് നിങ്ങൾ അത്രയും വിഷമിപ്പിച്ച ആളല്ലേ, കഅബ് ബിൻ സുഹൈർ. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇല്ല, എന്തിനാ കഅബിനെ കൊല്ലുന്നത്? കഅബ് നമ്മുടെ ചങ്ങാതിയല്ലേ, കഅബിനൊന്നും കൊല്ലൂ. ഉറപ്പാണോ? ഉറപ്പാണ്. ഇത് കേട്ടപാടെ ഈ മനുഷ്യനൊരു ഒരു ചിരിയായിരുന്നു, വല്ലാത്തൊരു അട്ടഹാസമായിരുന്നു. എന്നിട്ട് ആ പ്രച്ഛന്ന വേഷം എടുത്ത് ഒഴിവാക്കി. കഅബയായിരുന്നു. ചരിത്രമാണ്. റസൂലുള്ളാഹി ഇങ്ങനെ മോണ കാട്ടി ചിരിച്ചു പോയി എന്നാണ്. റസൂലുള്ളാഹി അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ കഅബ ഇങ്ങനെയൊക്കെ കാണിച്ചേ? നിങ്ങൾ പേടിക്കാതെ തന്നെ നിങ്ങൾക്ക് വന്നൂടെ, നമ്മൾ നിങ്ങളെ ഒന്നും ചെയ്യൂല. അപ്പോഴാണ് കഅബ പറയണത്, മുഹമ്മദേ, നിങ്ങളെ എനിക്ക് വിശ്വാസമാണ്, പക്ഷെ കൂടെയുള്ളവർ എന്ത് ചെയ്യുമെന്ന് എനിക്ക് നല്ല പേടിയാണ്, കാരണം അത്രയും ഞാൻ അവരെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി അദ്ദേഹത്തെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയണൊരു വാക്കുണ്ട്. എന്താ പറഞ്ഞത്? കഅബേ, ഒരു പാട്ട് പാടിത്തരുമോ? റസൂലുള്ളാഹി ചോദിച്ചതാണ്. നിമിഷ കവിയാണ്. കഅബേ, ഒരു പാട്ട് പാടിത്തരുമോ? ഇത്രയും കാലം പ്രവാചകനെ നിർശംസിച്ചുകൊണ്ട് അങ്ങേയറ്റം റസൂലുള്ളാഹിക്കെതിരെ അപവാദങ്ങൾ പ്രചരിപ്പിച്ച് എഴുതിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യന് പ്രവാചകരെ പുകഴ്ത്തിക്കൊണ്ടൊരു കവിത എഴുതാൻ നിമിഷങ്ങൾ മതി. പക്ഷെ കഅബിനറിയാം ഈ മുന്നിൽ നിൽക്കുന്ന ആൾക്ക് അത് ഇഷ്ടമല്ല. അതുകൊണ്ട് കഅബ അതിനൊന്നും പോയില്ല. കഅബ പിന്നെ പാടിയത് എന്താണെന്നറിയോ? ഒരു ഗസലാണ് പാടിയത്. കാമുകിയുടെ വിരഹത്തിൻ്റെ പേരിൽ കാമുകൻ പാടുന്നൊരു പാട്ടാണ് പാടിയത്. ആജാതി പാട്ടൊന്നും ഇവിടെ പാടണ്ടെന്നല്ല റസൂൽ പറഞ്ഞത്. അത് പാടിത്തീരുന്നത് വരെ കേട്ട് അവസാനം പ്രവാചകരുടെ ഒരു ഷാള്, ഉത്തരീയം, മേൽപ്പുതപ്പ് കഅബിന് സമ്മാനമായി കൊടുത്ത സ്നേഹത്തിൻ്റെ അലകടലിൻ്റെ പേരാണ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രതികാരമൊന്നുമില്ല. ബദർ യുദ്ധത്തിന് വേണ്ടിയിട്ട് സൊഫ് ഇങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുക റസൂൽ. ഒരു ചെറിയ വടി ഉണ്ടായിരുന്നു, ആ വടി കൊണ്ട് ഇങ്ങനെ മെല്ലെ സൊഫ് ശരിയാക്കിക്കൊണ്ടിരിക്കുക. ഒരു സഹാബിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ആ സഹാബി ചോദിച്ചു, എന്തിനാ റസൂൽ അടിക്കണത്? പറഞ്ഞാൽ പോരെ. ഞാൻ അടിച്ചിട്ടില്ലല്ലോ.
അടിച്ചു, എനിക്ക് വേദനിച്ചു. സ്വഹാബികളെല്ലാം വളരെ ആകാംക്ഷയോടുകൂടി ഇങ്ങനെ, റസൂലുള്ളാഹിയോട് ആരും ഇങ്ങനെ സംസാരിക്കാറില്ല, എല്ലാവരും വളരെ ദേഷ്യത്തോടു കൂടിയാണ് നിൽക്കുന്നത്, ഇദ്ദേഹം എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പോൾ റസൂൽ ചോദിച്ചു, ഇനി എന്താണ് പരിഹാരം, പ്രതിക്രിയ എന്താണ്? അപ്പോൾ സഹാബി പറഞ്ഞു, എനിക്ക് റസൂലുള്ളാഹിയെ അടിക്കണം. ഓക്കെ, അടിച്ചോളൂ. ആ വടി റസൂലുള്ളാഹി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇങ്ങനെ കൊടുത്തു. സവാദ്, എന്നെ അടിക്കൂ. ഇങ്ങനെ അടിച്ചാൽ പോരെ, എനിക്ക് റസൂലുള്ളാഹിയുടെ വയറ്റത്തടിക്കണം. ആ മേൽക്കുപ്പായ ഒന്നിങ്ങനെ പൊക്കിത്തരണം എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി മേൽക്കുപ്പായ ഇങ്ങനെ പൊക്കിക്കൊടുത്തു. ആ വയറ്റത്ത് സവാദ് റളിയല്ലാഹു അൻഹു ചുടുചുംബനങ്ങൾ അർപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, റസൂലെ എന്നോട് ക്ഷമിക്കണം, ഇനി ഇങ്ങനെ ഒരു അവസരം ഉണ്ടാകുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്, യുദ്ധത്തിനാണ് പോകുന്നത്, അതിന് ഞാനൊരു അവസരം ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. പക്ഷെ ആ വടി തിരിച്ചു കൊടുത്ത റസൂലുള്ളാഹിയെക്കുറിച്ച് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ മനുഷ്യന് അങ്ങനെ പുറത്തു കൊടുക്കുമെന്ന് ആലോചിച്ച് നോക്കൂ. പ്രതികാരമില്ലാതെ നമ്മുടെ ഉള്ളിൽ മനുഷ്യനോട് തെളിഞ്ഞ ഒരു കാഴ്ചപ്പാടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെ മനുഷ്യന്മാർ കരയിപ്പിച്ചിട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മളൊരാളെയും കരയിപ്പിക്കാതിരിക്കലാണ്. അത്രയേ ഉള്ളൂ. നമ്മളെക്കുറിച്ച് ഓരോന്ന് പറഞ്ഞതൊക്കെ നമുക്കറിയാം, ആരാണ് പറഞ്ഞതെന്നൊക്കെ അറിയാം, പക്ഷെ നമ്മൾ കാരണം അയാൾ വേദനിക്കരുത്. അതാണ് പ്രതികാരമില്ലാതാവുക എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഖുർആൻ ചോദിച്ചത്, നിങ്ങൾക്ക് അള്ളാഹ് പുറത്തു തരണം നിങ്ങൾ ആഗ്രഹിക്കണില്ലേ, എന്നാൽ നിങ്ങൾ ചെറിയൊരു കാര്യം ചെയ്തോളൂ. എന്താണ്? നിങ്ങളുടെ കൂടെ ഉള്ളവർക്കൊക്കെ നിങ്ങൾ പുറത്തു കൊടുത്തോളൂ. ഖുർആൻ പറഞ്ഞാണ്, നിങ്ങൾക്ക് അള്ളാഹ് പുറത്തു തരണം നിങ്ങൾ ആഗ്രഹിക്കണില്ലേ, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടെ ഉള്ളവർക്ക് പുറത്തു കൊടുക്കും. ഒരു കഥ പറഞ്ഞിട്ട് വാക്കുകൾ അവസാനിപ്പിക്കും. രണ്ട് ചങ്ങാതിമാരൊരു യാത്രയിലാണ്. നല്ല ചങ്ങാതിമാരാണ്, പക്ഷെ അവർ തമ്മിൽ എന്തോ ഒരു വഴക്കുണ്ടായി. ആ വഴക്ക് വല്ലാതെ മൂർച്ഛിച്ച് ഒരാൾ മറ്റേയാളെ അടിക്കുകയും ചെയ്തു. നല്ല അടി കിട്ടിയപ്പോഴും ഇയാൾ വേദനിച്ചു എങ്കിലും സുഹൃത്തിനെ തിരിച്ചടിച്ചില്ല. പകരം നിലത്തിരുന്നിട്ട് മണലിൽ ഇങ്ങനെ എഴുതി വെച്ചു, ഇവിടെ വെച്ച് എൻ്റെ ചങ്ങാതി എന്നെ ഇന്ന് അടിച്ചിട്ടുണ്ട്. യാത്ര തീർന്നിട്ടില്ല, പിന്നെയും യാത്ര പോവാണ്. ഒരു പുഴ കടന്നിട്ടിങ്ങനെ കല്ലിൽ ചവിട്ടിയിട്ട് പോകുന്നതിനിടയിൽ ഇദ്ദേഹം വീഴാനൊരുങ്ങി. അപ്പം നേരത്തെ അടിച്ച ആൾ ഇപ്പം അയാളെ പിടിച്ച് രക്ഷിച്ചു. ഉടനെ പുഴ കടന്ന് അക്കരെ എത്തി കിഴിയിലുണ്ടായിരുന്ന കത്തിയോ ഉളിയോ മറ്റോ എടുത്തിട്ട് പാറയിൽ ഇങ്ങനെ കൊത്തിവെച്ചു. ഇവിടെ വെച്ച് എൻ്റെ ചങ്ങാതി എന്നെ രക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചങ്ങാതി ചോദിച്ചു, അതെന്താ അങ്ങനെ? നേരത്തെ പാറയിലല്ല, നേരത്തെ മണലിലാണല്ലോ എഴുതിയത്, ഇപ്പം പാറയിലും. അപ്പോൾ അയാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതങ്ങനെയാണ്. വെറുപ്പിൻ്റെ കഥകളൊക്കെ മണലിൽ എഴുതി വെച്ചാൽ മതി, ഒരു കാറ്റ് വന്ന് അത് മറച്ചു കളയട്ടെ. പക്ഷെ സ്നേഹം തന്നവരുടെ പേരുകളും സ്നേഹത്തിൻ്റെ കഥകളും അങ്ങനെയല്ല, അത് പാറയിൽ കുത്തിവെക്കണം. നമ്മളോ? അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.